ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട്സ്, ഒരു ബ്ലൂബെറി ഫ്രൂട്ട് എൻ്റെ പ്ലാന്റ് നടാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് കുഞ്ഞായിട്ട് വാങ്ങിച്ചിട്ട് വളർത്തിയെടുത്തതാണ്. അപ്പോൾ സ്ലോലി ഇത്ര ഉണ്ടായുള്ളൂ വാങ്ങിച്ചപ്പോൾ. പിന്നെ ഇതിങ്ങനെ വളർന്നു. അപ്പോൾ സൂര്യനൊക്കെ കുറച്ച് ദിവസം പുറത്ത് ചെറുതായിട്ട് സൂര്യനൊക്കെ കൊള്ളിച്ച് പിന്നെ അകത്തെടുത്ത് വെച്ച് അങ്ങനെ വളർത്തിയെടുത്തതാണ്. അപ്പോൾ ഇത് 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അതാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ബാക്ക് യാർഡിലെ ഈ ഏരിയയിലാണ് നമ്മളത് നടാൻ പോകുന്നത്. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു 4 കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഈ കുഴിയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് വി നോ വെള്ളം പോകുന്നതാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ നടാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്തതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്യുവാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം നനച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഈ വെള്ളം ഒന്ന് താഴ്ന്ന വരെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇതിങ്ങനെ താഴത്തേക്ക് പോവും. കണ്ടോ, അത് വറ്റി താഴത്തേക്ക് പോവും. അത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഓരോ ഇതിലേക്കും കുറച്ച് ഓർഗാനിക് ഗ്രാനുലാർ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കമ്പോസ്റ്റും കുറച്ച് വോം കാസ്റ്റിങ്ങും പെർലൈറ്റും നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുന്നത് തന്നെ ഇടും. ആകെ പുതിയതായിട്ട് ഞാനിത് ഇടുന്നത് ഓർഗാനിക് ഗ്രാനുലർ ഫെർട്ടിലൈസറാണ് അത്. പിന്നെ ഈ ബ്ലൂബെറിക്ക് കുറച്ച് ആസിഡിക് സോയിൽ വേണം. അപ്പോൾ ഇവിടുത്തെ സോയിൽ അധികം ഉണ്ടോ, ഇപ്പോൾ ഇവിടുത്തെ വെള്ളം അങ്ങ് വറ്റി. ഇവിടുത്തെ സോയിൽ അധികം ആസിഡിക് അല്ല. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീറ്റ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കോക്കനട്ട് കോയറല്ലേ, അതൊക്കെ സോയിലിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് pH ആസിഡിക് ആവുമെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ ആ പീറ്റ് മാസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് നടുവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലൂബെറി നടാം. യൂഷ്വലി ഇവിടെ ഫ്രൂട്ട് ട്രീസ് ഏതാണെങ്കിലും ഫാളിലാണ് നമ്മൾ നടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനപ്പോൾ ഇന്ന് ചൂസ് ചെയ്തത്. അപ്പോൾ ഇച്ചിരി വെയിലുണ്ടെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പോളിലേക്ക് കുറച്ച് ഗ്രാനുലാർ ഫെർട്ടിലൈസർ ഉണ്ടല്ലേ, ഇത് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആ സോയിലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇങ്ങനത്തെ വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മണം എന്നുള്ളത് ഇടുന്നത് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടോ, കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കും. അധികം ഇട്ടണ്ട, കുറേശ്ശെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പീറ്റ് മാസ് കുറേശ്ശെ ഇട്ട് കൊടുക്കും. അപ്പോൾ അധികം വേണ്ട, കുറച്ച്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വോം കാസ്റ്റിങ്ങും എല്ലാം കുറേശ്ശെ മതി. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെമൻഡ് ചെയ്ത് കൊടുക്കുമല്ലോ, തൽക്കാലത്തേക്ക് അത് മതി. പിന്നെ വെള്ളം ഇതിൻ്റെ റിട്ടൻസിന് വേണ്ടി കുറച്ച് നമ്മൾ പോലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് കമ്പോസ്റ്റ് ഇടും. ഇവിടുത്തെ സോയിൽ നല്ലതായതുകൊണ്ട് നമുക്ക് വേറെ സോയിലിൻ്റെ ആവശ്യമില്ല. അനഷ്ടം ബോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ചെടിയൊന്ന് നടും. ഇത് നട്ടതിന് ശേഷം നമ്മൾ ലിക്വിഡ്
ഓർഗാനിക് ഫെർട്ടിലൈസറും കൂടെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇവിടെ ഫ്രൂട്ട് ട്രീ നമുക്ക് 2 തരം ഓറഞ്ച് ഉണ്ട്, 2 തരം നാരങ്ങയുണ്ട്, പിന്നെ പോമഗ്രാനൈറ്റ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നട്ട ചെടി ഓരോന്നായിട്ട് അതൊക്കെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ മാറ്റിയ മണ്ണ് തന്നെ അതിനകത്തേക്ക് ഇടും. അപ്പോൾ എങ്ങനെയാണ് ഈ മാറ്റിയ മണ്ണ് തന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റും ചെയ്ത് കൊടുക്കും. നമ്മുടെ നാച്ചുറൽ മണ്ണിൻ്റെ എല്ലാവരും കിട്ടും. മണ്ണ് തന്നെ നമ്മൾ വെക്കും. ഇവിടുത്തെ മണ്ണ് വലിയ പ്രശ്നമില്ലാത്ത മണ്ണാണ്, നല്ല ഇത്തിരി ക്ലേ കളർന്ന മണ്ണാണ്. But it's fine. മാറ്റിയ മണ്ണ് ഇതിനകത്തേക്ക് ഇട്ടു. നാലാമത്തെ യൂഷ്വലി 2 ബ്ലൂബെറി മതി എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഞാനും പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് 4 നട്ടതാണ്. അപ്പോൾ 4 പിടിച്ച് see how it goes. ഇനി നമ്മൾ കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസർ ഇതിന് ചുറ്റും ആയിട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പം അധികം വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ നട്ടേക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രൂട്ടൊക്കെ ഒന്ന് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബെഡ് മൊത്തം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് വേറെ ചെടികളൊക്കെ കഴിക്കുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഒരു ട്രെല്ലസ് വെച്ച് കൊടുത്തു. എന്നിട്ട് പ്ലാൻ ക്ലിപ്പർ വെച്ചിട്ട് ആ ട്രെല്ലസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലോലി ഇനിയിപ്പോൾ അതിന് സപ്പോർട്ടുള്ളതുകൊണ്ട് അതങ്ങ് വളർന്ന് വരും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഗാർഡൻ പ്രോജക്റ്റ്. നമ്മുടെ ബ്ലൂബെറി നമ്മൾ നട്ടു.
സോ ഇറ്റ് വാസ് റിയലി ഫൺ. ഇങ്ങനെ ഫ്രൂട്ട് ട്രീ ഒക്കെ കഴിഞ്ഞ് പിടിച്ച് 2-3 വർഷം എടുക്കും ഇത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനായിട്ട്. ഇത് നമ്മുടെ ഒരു മുളക് ഞാൻ നട്ടിട്ട് ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊമഗ്രാനൈറ്റിൻ്റെ ചെടി. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നട്ടതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു മുതലേ വലുതായിട്ടുണ്ട്. പക്ഷെ ഫ്രൂട്ട്സ് വരാനായിട്ട് ആയിട്ടില്ല. അടുത്ത വർഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഫ്രൂട്ട്സ്, ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീക്ക്. See you next time. Bye.